രണ്ടാണെങ്കിൽ കൂട്ടുവാ ഒന്നെങ്കിൽ വാ. ഇവിടെയൊക്കെ റെഡ് സംഭവം ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കവാടം കണ്ട ഒരുപാട് ചരിത്രം ഉറങ്ങുന്നൊരു സംഭവമാണിത്. 1814 വലിയ യുദ്ധമായിരുന്നു. ഓക്കെ, ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ട വലിയൊരു സംഭവമാണ്. യുദ്ധപാഠവും അല്ലേ, അതല്ലേ എൻ്റെ പേര്? വാ. മീൻ ഫ്രൈ ഒക്കെ ഉണ്ട്. നമ്മളെ പ്യുവർ സദ്യ മീൻ പൊരിച്ചുണ്ട്. ഓക്കെ, നമ്മൾ നാടൻ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡിന്നർ വേണ്ടിയിട്ടുള്ള പൊറോട്ട ആക്കുന്നുണ്ട്. നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം ഡെറാഡൂണില ഉള്ളത്. 2 ദിവസത്തെ ട്രിപ്പിന് ഇങ്ങനെ വന്നതാണ്. കുറച്ച് സ്ഥലങ്ങൾ കണ്ടു, ഒന്ന് റിലാക്സ് ചെയ്യാന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വന്നത്. ഇപ്പം നല്ല മഴയാണ്, 2 ദിവസമായിട്ട് പെയ്യുന്ന മഴയാണ്. ഡെറാഡൂൺ സിറ്റി മൊത്തത്തിൽ വെള്ളത്തിലാകുമെന്നുള്ള സംശയമുണ്ട്. അതെന്നും പെയ്ത് നിന്നില്ല, നല്ലോണം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല മഴയത്ത് നല്ല കുളിച്ചു. ഇതാണ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ. സഹസ്രധാര നാച്ചുറൽ സ്പ്രിങ്, അവിടെ കുളിച്ചു. നല്ല വെള്ളമായിരുന്നു, തണുത്ത വെള്ളമായിരുന്നു, കലക്ക് വെള്ളമായിരുന്നു, നല്ലതാണ്. ഇപ്പം ഇനിയിപ്പം നമ്മൾ കുളി കഴിഞ്ഞതിൻ്റെ അവർ ഉറക്കാന്ന് കാണുന്ന ക്ഷീണം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്, കലങ്ക എന്ന് പറയും, കലങ്ക വാർ മെമ്മോറിയൽ. അതിൻ്റെ ആ ഒരു ബോർഡാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത് ആക്ച്വലി റായ്പൂർ ആ ഒരു ഏരിയയിലാണ്. ഇത് റായ്പൂരേക്ക് വന്ന ആ ഒരു ഏരിയയിലാണ്. നമ്മൾ ഏകദേശം അടുത്തെത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ പോകണം. മുകളിലോട്ട് കയറ്റാണ്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ നിന്നൊക്കെ നമ്മൾ മുമ്പ് വന്നിട്ട് റീലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷജീറിൻ്റെ കൂടെയൊക്കെ വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ ദ്വാരമാണ് ഇവിടെ കാണുന്നത്. ഒരു ആർച്ച് ഗേറ്റാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നിന്ന് മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നല്ല അടിപൊളി റൈഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു റൂട്ടാണ്. ചെറിയ സ്ഥലമാണ്, 4 കിലോമീറ്റർ പോകുള്ളൂ. മാലാപ്പാനി എന്നാണ് ഈ ഒരു ഏരിയൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വാർ മെമ്മോറിയലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ കുറച്ച് നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഒരു വെറൈറ്റിയുള്ള സംഭവമാണ്, ആ സാധനം കാണേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ മിക്കവാറും റൂർക്കിയിലേക്ക് പോകും. എന്തായാലും പോകും. വൈകുന്നേരം എത്ര മണിയാവുമെന്നറിയില്ല. ഇതും കൂടെ കവർ ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ പോകാൻ കൊണ്ട് പോവുകയാണ്. ഓക്കെ, നല്ല ഫോറസ്റ്റിലേക്കുള്ള യാത്രയാണ്. നല്ല ഡെൻസ് ഫോറസ്റ്റ് ആണ് ഈ ഏരിയ മൊത്തം. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല റൈഡ് ചെയ്യാൻ നല്ല ഇതില്ല. നല്ല നാരോ റോഡാണ്, അത് വലിയ റോഡൊന്നുമല്ല. അതുകൊണ്ട് ഇങ്ങനെ വണ്ടിയും ആൾക്കാരും അങ്ങനെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ സുഖവും. കണ്ട മഴേൻ്റെ ഇൻറ്റൻസിറ്റി കണ്ട, നല്ല മഴയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ വഴിയിലൊരു സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു അമ്പലമാണ് ഇവിടെ. ഇത് വളരെ പ്രസിദ്ധമായൊരു അമ്പലമാണ്. ഇത് ശനിദേവൻ്റെ രുദ്രേശ്വർ മഹാദേവ് മന്ദിർ എന്ന് പറഞ്ഞ സംഭവമാണ്. ശനീശ്വരനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഓക്കെ, ശിവക്ഷേത്രമാണ്. രണ്ടാണെങ്കിൽ കൂട്ടുവാ ഒന്നെങ്കിൽ വാ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോയി. നല്ല മഴ കേട്ടാ, കുടയും പിടിച്ചിട്ട് പോകേണ്ട അവസ്ഥയാണ്. ചെരുപ്പ് കഴിച്ച് നോക്കണം. അത് കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് മന്ദിർ. ആരുമില്ല, മഴയായതുകൊണ്ട്. ശനീശ്വരൻ്റെ
മന്ദിരമാണ് അങ്ങോട്ട്. അതുകൊണ്ട് പോകാൻ പറ്റുമോ അറിയില്ല, ഭയങ്കര ഡാർക്കാണ് സീന്. നല്ല മഴയായതുകൊണ്ട് പറയുന്ന കേൾക്കും അറിയില്ല. ഇവിടെ ഒരു ശിവൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. പിന്നെ ഇത് വേറൊരു സംഭവമാണ്, ദ്രോണാചാര്യരുടെ ഒരു മന്ദിരമാണ്. പിന്നെ ഭൈരവൻ്റെ ശ്രീ ഭൈരവ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭൈരവൻ്റെ അമ്പലം പുറകിലുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടല്ല ഉണ്ടോയെന്നറിയില്ല. ഇതാണ് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയിട്ട് അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞ ശനിദേവൻ്റെ മന്ദിരം. അത് അങ്ങോട്ടും പോകാൻ പറ്റുമെന്നറിയില്ല, കാരണം മഴയായതുകൊണ്ട് ഇവരെയും കൂട്ടിയിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ ചാണകമൊക്കെ ഉണ്ട്, പശുവൊക്കെ ഇങ്ങനെ വിഹരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മൊത്തം ഒരു സ്ലിപ്പറിയാണ് ഇവിടുത്തെ ഫ്ലോറ്. അതുകൊണ്ട് പെട്ടെന്ന് പോകും. ഓക്കെ, ഇതിങ്ങനെ വഴിയിൽ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചാൽ വളരെ പുരാതനമായൊരു അമ്പലമാണിത്, ഒരുപാട് കാലപ്പഴക്കത്തിലെ അമ്പലമാണിത്. ഓക്കെ, അപ്പോൾ ശനീശ്വരൻ്റെ അങ്ങോട്ടും പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങോട്ട് പോകാമെന്ന്. മൊത്തമൊരു കാട്ടിൻ്റെ ഉള്ളിലാണ് സംഭവം. ഇപ്പം പൂജകളും പരിപാടികളൊക്കെ ഉണ്ടാകുന്നറിയില്ല. ഇവിടെ ഒരു വലിയൊരു ആൽത്തറയുണ്ട്. അതാണെന്നാണ് തോന്നുന്നത് അമ്പലം. ഇങ്ങോട്ടൊന്നും മഴയായതുകൊണ്ട് ആരും വരാറില്ലെന്നാണ് തോന്നുന്നു. ഇതെവിടെയും എന്തൊരു പ്രതീക്ഷയുണ്ട്. ഇതാണല്ലേ കാട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ച അമ്പലം. ഇതാരാന്നറിയില്ല, ശനീശ്വരനായിരിക്കും ചിലപ്പോൾ. ഇതെവിടെയും ഒരു സംഭവമുണ്ട്. മൊത്തം മഴയായതുകൊണ്ട് എനിക്കൊന്ന് ആരും വരലുണ്ടാവില്ല. ഓക്കെ, എന്താ പ്രാർത്ഥിക്കാം. ഇത് ഏത് ഭാഗത്താണ് നിങ്ങൾ പോകാറില്ലല്ലേ? അങ്ങോട്ട് പോകുന്നു. ഞാൻ ഇങ്ങോട്ട് കയറിക്കോ, ഇങ്ങോട്ട് കയറിക്കോ. കയറുമ്പോനെ നല്ല മഴ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴ. അവിടെ നേരത്തെ കൊള്ളാമല്ല, വഴുക്കാണ്, നല്ല വഴുക്കാണ്. ഈ ഫ്ലോർ ഇതുപോലത്തെ ആയതുകൊണ്ട് ആ മഴയിൽ നമ്മൾ ചെറുക്കാൻ പോകുന്നുണ്ട്, നല്ലോണം സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടുള്ള നമ്മളെ ഒരുപാട് റീലെടുത്ത സ്ഥലമാണ്. നമ്മളെ ഷജീറിൻ്റെ മറ്റേ ദേവദാരു പൂത്ത കാലം കൊണ്ട് ആ റീല് നല്ല ഫേമസ് ആയ റീലായിരുന്നു. അതൊക്കെ ഇവിടുന്ന് എടുത്ത് വലിയ കളം കേട്ടാ, ഒരു വീഴ്ച പോലും ഇല്ല. ഓക്കെ, ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട് താലിന് മഴയത്ത്. എന്തെല്ലാം ഭ്രാന്താന്നല്ലേ ഇറങ്ങാൻ. അവർ ചെയ്യുന്നില്ല പറഞ്ഞു, ഒരു വണ്ടിയിലുണ്ട്. ഓക്കെ, അവർ മഴയായതുകൊണ്ട് ഇറങ്ങുന്നില്ല പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. ഓക്കെ, കയറി വരുന്നു വണ്ടിയിലേക്ക്. ഓ, നല്ല മഴയാണ് പുറത്ത്. അപ്പാ, അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് വരെ നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അന്നേരം ഈ വാർ മെമ്മോറിയൽ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. കാണാൻ ഇനി ഇങ്ങോട്ട് പോകേണ്ടതില്ല, അതൊന്ന് ചോദിച്ചോട്ടെ. നമ്മൾ അടുത്തൊരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലം കണ്ട, ഇറങ്ങോ വാ, ഇറങ്ങി വാ ബാ ബാ മോളെ, വണ്ടിയിൽ ഒറ്റക്കാവും. ബാ, മോള് വേദില്ല അവനെ. ബാ, എണീക്കത് വാടി, പെട്ടെന്ന് വാ. അതാ അമ്മേൻ്റെ ചാടന്ന് ഇറങ്ങി. ഇതാ വണ്ടി ഇപ്പം ലോക്കാവും. ബാ. അപ്പോൾ ഇപ്പം
എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു മന്ദിരമുണ്ട് കേട്ടോ. ഇതും എന്തോ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ടോ എന്തൊരു വലിയ കാടാന്ന് പറയാം, ഒരു കാട്ടുവഴി. ഇവിടെയൊക്കെ റെഡ് സംഭവം ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു തറ പോലെ ഉണ്ട്, പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ഈ മഴ അല്ലെങ്കിൽ ഈ സീസൺ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഒന്നും കാര്യങ്ങളൊന്നും ഉള്ളത്. എല്ലാ മരത്തിനും ഇതുപോലെ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്, റെഡും വൈറ്റും ആയിട്ട് ഇങ്ങനെ കളറിൽ. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചെരുപ്പ് കൂടെ അയച്ചു വെക്കാം. ഓക്കെ, അവിടെ എൻ്റെ പേരുണ്ട്, ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ ചെരുപ്പ് വെച്ച് വെച്ചാൽ ഇത് സ്ലിപ്പ് ആകാൻ സാധ്യത ഇല്ലയെന്നാണ് തോന്നുന്നു. കുറച്ച് റഫാണിത്. ഒരാൾ പോലും ഇല്ല കേട്ടോ. എന്നാ നോക്കണേ, സ്ലിപ്പാക്കല്ലേ. ചന്ദ്രാണി ദേവി മന്ദിർ, ഇതാണ് ഈ മന്ദിറിൻ്റെ പേര്. ഇവിടെ ബോർഡ് കണ്ടോളൂ. ഒക്കെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഒരു ചുവന്ന പട്ടും സാധനങ്ങളൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ചുറ്റും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നടക്കാനുള്ള സ്ഥലമാണ്, ചുറ്റും വരാനുള്ള സംഭവമാണ്. ഇവിടെ സിമെൻറ്റിൻ്റെ ആ ഒരു സംഭവം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ചന്ദ്രാണി ദേവി മന്ദിർ, മാതാ ചന്ദ്രാണി ദേവി മന്ദിർ. ഓക്കെ, അപ്പോൾ നമ്മൾ കയറ്റം കയറി മോളിലെത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഡെറാഡൂൺ സിറ്റിൻ്റെ അതിമനോഹരമായ കാഴ്ച നമ്മൾ ഈ കുന്നിൻ്റെ മുകളിലുള്ള. ഇവിടെ വരുന്നവർ ഈ ഒരു വാർ മെമ്മോറിയൽ വരുന്നവർ ശ്രദ്ധിക്കുക. ഇവിടെ ഈ റോഡ്, അതായത് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള റോഡ്, അതിൻ്റെ ഡെഡ് എൻഡാണ് ഇതിൻ്റെ ആ ഒരു കവാടം. ഇവിടുന്ന് ജസ്റ്റ് ഒരു വണ്ടി വെക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് തിരിക്കാൻ വേണ്ടി. ഒരുപാട് വണ്ടികൾ, കാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര റഷായിരിക്കും, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ വന്നത് ഈ ഒരു സമയത്തായതുകൊണ്ട് റഷും ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി, വണ്ടി ഇവിടെ നിന്ന് തിരിക്കാൻ പറ്റും. ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. മുമ്പൊക്കെ ഈ റോഡ് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇവിടെ കുറച്ച് ഡെവലപ്പ് ചെയ്ത്. ഡെറാഡൂൺ സിറ്റീൻ്റെ ഫുൾ അപാര വ്യൂ. ഇതിൻ്റെ കുമ്മിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, കാട്ടുകുമ്മിൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കവാടം. മറ്റു കാര്യങ്ങളും പറയാം. ഇതിൻ്റെ കവാടം കണ്ട ഒരുപാട് ചരിത്രം ഉറങ്ങുന്നൊരു സംഭവമാണിത്. 1814. ഓക്കെ, ബലഭദ്ര കലങ്ക യുദ്ധസ്മാരകം, നാലാപ്പാനി, ഡെറാഡൂൺ. ഓക്കെ, അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം അത് വായിച്ചോക്കടാ, വായിച്ച് ഇന്നു മൊത്തം ഹിസ്റ്ററി അത് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിന്, അതിൻ്റെ സംഭവമാണ്. ഓക്കെ, ഇവിടെ ഹിന്ദിയിലും അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി. ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ മൊത്തം ഈ വാറിൽ 1500 പേര് മറ്റോ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൊത്തം സംഭവങ്ങൾ ഇവിടെ ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഹിസ്റ്ററി. ഇതിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇത് 1814-16 ആ സമയത്ത് ആംഗ്ലോ നേപ്പാളിയൻ വാർ അല്ലേ, ആംഗ്ലോ ഗൂർഖ വാർ. ഗൂർഖകൾ എന്നാണ് പറയൽ. 14 നേപ്പാളികൾ ഇല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുമായിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് ഉണ്ടായ യുദ്ധത്തിൻ്റെ ആ ഒരു സ്മാരകമാണിത്. വലിയ യുദ്ധമായിരുന്നു. ഓക്കെ, ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ട വലിയൊരു സംഭവമാണ്. ഓക്കെ, ഗൂർഖ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഫോഴ്സ് ആയിരുന്നു. അവരാണ് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നതിന്. ബാറ്റിൽ ഓഫ് നാലാപ്പാണി അല്ലേ ബാറ്റിലിൻ്റെ പേര്. വലിയൊരു യുദ്ധമാണ്. വിക്കിപീഡിയയിലൊക്കെ ഡീറ്റെയിലായിട്ട് അതിൻ്റെ സംഭവങ്ങളുണ്ട്. ബാറ്റിൽ ഓഫ് നാലാപ്പാണി. ഈ ഒരു സ്ഥലത്തിൻ്റെ ഏരിയൻ്റെ പേര് നാലാപ്പാണി എന്നാണ്. നമ്മൾ ആ ഒരു എൻട്രൻസ് കയറി വരുമ്പോൾ നമ്മൾ കണ്ടില്ലേ, അവിടെ നാലാപ്പാനി എന്നാണ് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. കലങ്ക വാർ എന്നും പറയും, അങ്ങനെയും പറയുന്നുണ്ട്, കലങ്ക വാർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഗൂർഖകളും പിന്നെ ഇംഗ്ലീഷുകാരും. അതെ, നിങ്ങൾ PSC പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഗൂർഖ വാർ. ഗൂർഖ വാർ പിന്നെ വേറെ ഒരുപാടുണ്ട് കേട്ടോ, ഇത് മാത്രമല്ല. അപ്പോൾ അതിൻ്റെ യുദ്ധസ്മാരകമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കലായ സംഭവങ്ങളൊക്കെ എന്താ പറയണ്ടേ, മനസ്സിലാക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു ഫീലാണ്.
അവിടെ ഡെറാഡൂൺ സിറ്റി നല്ല തിളങ്ങി നിൽക്കുന്നു. അടിപൊളി വ്യൂ ആണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് അത്ര കുറച്ച് ക്ലൗഡിയാണ് മഴ പെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോഗി ആയതുകൊണ്ട് അത് വിസിബിൾ ഇല്ല. നേരിട്ട് കാണുമ്പം ശരിക്കും മനസ്സിലാവും. ഞാൻ മൊബൈലിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കാണണ ഇനി കയറണ കയറിക്കോ. ചെരുപ്പ് വെച്ചിട്ട് കയറിക്കോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെരുപ്പിട്ട് കയറണ്ട. ഓക്കെ, ഇതാണ് വാർ മെമ്മോറിയൽ. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും അല്ലേ വാർ നടന്നിട്ടുണ്ടാവും അല്ലേ. നമ്മളെ ടിബറ്റൻ ബോർഡർ അല്ലേ ഇതിൻ്റെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഉത്തരാഖണ്ഡിൽ ഒരുപാട് സ്ഥലത്ത് ടിബറ്റുമായിട്ട് ആ ഒരു ബോർഡർ ഷെയറിങ് ഉണ്ട്. നേപ്പാളുമായിട്ടും ചൈനയായിട്ടും ഒക്കെ ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലമാണിത്. ഈ ഒരു ഭൂമി യുദ്ധഭൂമിയാണ്. ഇവിടെ നിന്നാണ് ഈ ഒരു യുദ്ധം നടന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചരിത്രപരമായിട്ട് ഇത്രയും പിന്നെ എന്താ പറയണ്ടേ, ഇല്ലെങ്കിൽ ഈ ഒരു സ്മാരകം ഇത്രയും ഫേമസ് ആകാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വാറിൽ പിന്നെ ഗൂർഖകൾ തോറ്റു പോവുകയാണ്. അവർ തോറ്റുപോയി. ഓക്കെ, അപ്പോൾ അവരെ ആ ഒരു യുദ്ധപാഠവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഒരു സംഭവമില്ല. അവർ പിന്നെ എന്താ പറയണ്ടേ സർവൈവ് ചെയ്ത് നിന്ന്. അപ്പോൾ അവരെ ആ ഒരു ഇതുകൊണ്ട് ആ ഒരു യുദ്ധപാഠവും അല്ലേ, അതല്ലേ എൻ്റെ പേര്. ആരേ വാ. അപ്പോൾ അതിൻ്റെ ഗൂർഖകളെ ആ ഒരു യുദ്ധത്തിലെ പെർഫോമൻസ് കണ്ടിട്ട് ഈ ജയിച്ച ബ്രിട്ടീഷുകാർ അല്ലാതെ ഇംഗ്ലീഷ് ആർമി അവർക്ക് വേണ്ടി പണികഴിപ്പിച്ച ഈ ഒരു സംഭവമാണ് ഈ ഒരു എന്താ പറയണ്ടേ നമ്മുടെ വാർ മെമ്മോറിയൽ. ഓക്കെ, പിന്നെ ഈ ഒരു സംഭവം ഇത്രയും എന്താ പറയണ്ടേ ഫേമസ് ആകാനും അതുപോലെ ആൾക്കാരെ ശ്രദ്ധിക്കാനും കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സ്മാരകം ഉണ്ടാക്കിയത് ഗൂർഖകൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സംഭവമാണ്. അതായത് ഈ ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഗൂർഖകളെ തോൽപ്പിച്ചിന്. പക്ഷേ അവർ ആ ഒരു യുദ്ധപാഠവും അല്ലെങ്കിൽ യുദ്ധത്തിലെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് അവർ അതായത് തോറ്റവർക്ക് വേണ്ടി ജയിച്ചവരുണ്ടാക്കിയ ഒരേ ഒരു സ്മാരകമാണ് വേൾഡിൽ. അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടെ ഇതിലുണ്ട്. അങ്ങനെ എവിടെയോ വായിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. അങ്ങനെയാണ് ഇത് ആൾക്കാർ അറിയപ്പെട്ടത്. കാരണം അവർ ഇത്രയും വലിയ ബ്രിട്ടീഷ് സൈന്യമായിട്ട് ഈ ചെറിയൊരു ഗൂർഖ ഫോഴ്സ് പൊരുതി നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര തന്നെയല്ലേ സംഭവം. പൊരുതിത്തോറ്റവർ എന്നാണ് നെപ്പോളിയൻ, ഭഗത് സിംഗ്, അത് സംഭവമല്ലേ. കർണൻ, ഭഗത് സിംഗ്, 7th ഡേ. എന്നാലും ഇവിടെ വന്ന് ഈ ഹിസ്റ്ററി ഒക്കെ ഇങ്ങനെ അയവിറക്കുമ്പം ഉള്ളിൻ്റെ ഉള്ളിലൊരു കുളിർമ അല്ലേ. എന്താ നിനക്കുണ്ടാത്? എനക്കുണ്ട്. ഏയ് പോവാന്നല്ലേ, പോവല്ലേ? വിശക്കുന്നുണ്ടാ? 2 ഫോട്ടോസ് എടുക്കട്ടെ. നല്ല മഴ ഇന്നലെ ടൂർക്കിൽ നിന്ന് വിടുമ്പം തുടങ്ങിയ മഴ എല്ലാം നിന്നിട്ടില്ല. ഇനി തിരിച്ചു പോകുമ്പോൾ പറയാം അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് തിരിച്ചു പോകുമ്പേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഇന്ന് പോകണം, വേറെ വഴിയില്ല അല്ലേ. ഇപ്പോൾ വിടൂല്ലേ? ഈ ഫോട്ടോസ് എടുക്കട്ടെ, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കയറിയ കുന്ന് താഴേക്ക് ഇറങ്ങുകയെന്ന്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് വ്യൂ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ എത്ര മുകളിൽ എത്തിയെന്നില്ലേ. പിന്നെ ഫോറസ്റ്റും ഫുള്ള് ഇരുട്ടാന്ന് കിട്ടാ. എന്നാലും നല്ല ഇറങ്ങുന്നുണ്ട്. ഡാർക്ക്നെസ്സിൽ ഡ്രൈവ് ചെയ്യാൻ വേറൊരു വൈബാണ്. ഓക്കെ, മഴയാണ് വിചാരിക്കുന്നത്. എന്തൊരു മഴ അല്ലടി. നമ്മള് നേരത്തെ സ്റ്റോപ്പ് ചെയ്ത ആ ഒരു അമ്പലം ഇതാണ്. ഡ്രൈവ് ചെയ്യാനൊരു രക്ഷയില്ലാത്ത സ്ഥലം കിട്ടാം. ജസ്റ്റ് ഒരു വണ്ടിക്ക് കൊണ്ട് ഒരു
പക്ഷെ ഇതിന്റെ വീഡിയോ ഒന്നും കണ്ട സമയത്ത് ഒരുപാട് വീഡിയോസ് ആരുടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ വീഡിയോ ആരുടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാർ മെമ്മോറിയലൊക്കെ. അതിലൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടായിരുന്നല്ലോ. സമയം 4:30 ചെറുതായിട്ട് വിശപ്പുണ്ട്, കഴിക്കണം. സിറ്റിയിലേക്ക് പോകാനുണ്ട്. പരിപാടി നമ്മള് ഭക്ഷണം കഴിക്കാൻ നമ്മളെ പഴയ പോലെ തന്നെ നമ്മളെ കേരള ഹോട്ടലിൽ വന്നിട്ടുണ്ട്. മദ്രാസ് മേസ്. മീൻ മാറ്റാനാ? മീൻ ഫ്രൈ ഒക്കെ ഉണ്ട്. നമ്മളെ സദ്യ മാത്രം, പ്യുവർ സദ്യ, മീൻ പൊരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നാടൻ ഭക്ഷണം കഴിക്കാൻ വെച്ചു. ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ. ഞായറാഴ്ച എപ്പോഴും സദ്യ ആക്കുന്നത്, മറ്റ് ദിവസങ്ങളിൽ സാധാരണ ചോറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞായറാഴ്ചകളിൽ ഒരുപാട് സാധനം നോക്കറാ, ചെറിയ സാധനങ്ങളുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. നമ്മൾ വൈകുന്നേരം 5 മണിയായി. ഉച്ചക്ക് കഴിക്കേണ്ട ഭക്ഷണം ഇപ്പം കഴിക്കുന്നത് വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഭക്ഷണം കേരള ഹോട്ടലിൽ മദ്രാസ് മീൽസ് സദ്യ. ഇനി ഇവിടെ നിന്ന് ഇപ്പം പൊറോട്ടയും പരിപാടിയൊക്കെ റെഡി ആകുന്നുണ്ട്. നമ്മളത് പാർസൽ വാങ്ങിയിട്ട് മിക്കവാറും പോകുള്ളൂ. ഓക്കെ, അപ്പോൾ അതും കഴിക്കട്ടെ. നമ്മളെ ഭക്ഷണം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം സമയം 6 മണിയായി. കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് അല്ലേ? അത് ഇപ്പം ഡെറാഡൂണിലെ ഒരേ ഒരു മലയാളി ഹോട്ടലാട്ടോ, മദ്രാസ് മീൽസ് പറഞ്ഞിട്ട്. മുമ്പ് ഒരുപാട് ഹോട്ടൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കൊറോണ ടൈമിലൊക്കെ പൂട്ടിപ്പോയി. ഇപ്പോൾ ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡിന്നർ വേണ്ടിയിട്ടുള്ള പൊറോട്ട ആക്കുന്നുണ്ട്. ഞാനിപ്പം തയ്യാറായിക്കൊണ്ടിരുന്നു. ഇതല്ലേ നിങ്ങൾ കുറേ വർഷമായി ഇവിടെ വന്നിട്ട്? അതെയാ, ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഇതിപ്പോൾ IMAന്റെ അടുത്താണ് വരുന്നത് അല്ലേ? ഒരുപാടുണ്ടോ മലയാളീസ്? ഒരുപാട് ആൾക്കാർ. അപ്പോൾ വൈകുന്നേരമാണല്ലേ പൊറോട്ട? തിരക്കാണ്. ഓക്കെ, ഇപ്പം മീനും ഉണ്ടായില്ലേ? മീനും കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്കില്ല പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പാർസൽ വാങ്ങിയിട്ട് നേരെ റൂർക്കിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ട്രിപ്പിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും